Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പൺ സീനിൽ ആ ഒരു സയന്റിസ്റ്റ് പെണ്ണ് അവളാണെങ്കിൽ ഇപ്പോൾ ഷെൽട്രോണോട് അവളെ ഹ്യൂമൻ കിങ് ആക്കി മാറ്റാനായിട്ട് ബ്ലൂ മാനോട് ആവശ്യപ്പെടുകയാണ്. ബ്ലൂ മാൻ ആണെങ്കിൽ അല്പസമയം കണ്ണടച്ച് ആലോചിക്കും. അതിനുശേഷം അവളുടെ നിർബന്ധം അതിനെ ചൊല്ലി ആ ഒരു വിഷ് അത് നമുക്കിയൻ ലാംഗ്വേജിൽ അങ്ങനെ അതിനോട് സംസാരിക്കുകയാണ്. ഇവിടെ സയന്റിസ്റ്റ് ലേഡി ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുമ്പോൾ ഷെൽട്രോൺ ആണെങ്കിൽ ആ ഒരു വിഷ് അത് സാധിച്ചു കൊടുക്കുകയാണ്. സയന്റിസ്റ്റ് ലേഡി ആണെങ്കിൽ കൈയൊക്കെ ഉയർത്തി നിൽക്കും. പക്ഷെ അതേസമയം പവറുകൾ അത് ഗോക്കുവിന്റെയും വെജീറ്റയുടെയും പിക്കലോയുടെയും ബുൽമയുടെയും ഡെൻഡയുടെയും സുപ്രീം കായുടെയും ഒക്കെ തന്നെ ബോഡിയിലൂടെ കടന്നുപോയി. അവരാണെങ്കിൽ അവരുടെ പഴയ സൈസിലേക്ക് തിരികെ വരികയാണ്. അത് കണ്ട് എല്ലാവരും ഞെട്ടും. എസ്പെഷ്യലി നമ്മുടെ സയന്റിസ്റ്റ് ലേഡിക്ക് വലിയൊരു അടി കിട്ടിയ പോലായി തീരുകയാണ്. അവളാണെങ്കിൽ പല്ല് കടിച്ച് ഇപ്പൊ ബ്ലൂമാനെ നോക്കുകയാണ്. കാരണം ബ്ലൂമാൻ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ സൈസ് അത് തിരികെ കിട്ടാനുള്ള വിഷാണ് ആ ഒരു ഷെൽട്രോണോട് ചോദിച്ചത്. പ്രിൻസസിന്റെ കയ്യിലുണ്ടായിരുന്ന ഡെൻഡ അവൻ വലുതായി അവളുടെ കൈവിട്ട് താഴേക്ക് വീഴുകയാണ്. അവൻ വലുതായത് കണ്ട് അവള് ഷോക്കാവും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ എന്തെന്നില്ലാത്ത സന്തോഷം, കാരണം അവരുടെ ആഗ്രഹം അത് സാധിച്ചു. അമ്മയ്ക്കാണെങ്കിൽ അപ്പോഴും യാതൊരു കൂസലുമില്ല. നിങ്ങളുടെ സൈസ് വലുതായെന്ന് വെച്ച് നിങ്ങൾക്ക് ഇനി എന്നെ ജയിക്കാൻ കഴിയില്ല. കാരണം എന്റെ കയ്യില് ഈ ലെജൻഡറി ആയി അതുള്ളിടത്തോളം ആരും എന്നെ തോൽപ്പിക്കില്ല. ഗോക്കു ആണെങ്കിൽ ഹ്യൂമൻ ഗ്ലോറിയോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്. നീ ലാസ്റ്റ് ടൈം ഞങ്ങളെ ചതിച്ചു എന്നാണ് കരുതിയത്, പക്ഷേ നീ യഥാർത്ഥത്തിൽ ഞങ്ങളെ സഹായിച്ചു. എന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലാതെ പറയും. അത് കേട്ട് അവൻ ഒരുപാട് സന്തോഷത്തിൽ നിൽക്കും. ഇവിടെ വെജീറ്റ ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, ഇനി നമുക്ക് സൈസ് വലുതാക്കിയത് കൊണ്ട് തന്നെ ഓരോരുത്തരായിട്ട് ഈ വില്ലനുമായിട്ട് ഫൈറ്റ് ചെയ്യും. ഗോക്കു ആക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഈ വില്ലനുമായിട്ട് പോരാടാന്ന് പറയും. വെജീറ്റയ്ക്ക് ആണെങ്കിൽ അത് ഒട്ടും ഇഷ്ടപ്പെടില്ല. ഇല്ല അത് ഞാൻ സമ്മതിക്കില്ല, ആദ്യം ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ഞാനായിരിക്കും എന്ന് പറഞ്ഞ് 150 പറഞ്ഞ് അവർ രണ്ടുപേരും ഒരിഞ്ഞ തർക്കത്തിനൊടുവിൽ ഇപ്പൊ വെജീറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാനുള്ള പെർമിഷൻ അത് ഗോക്കു കൊടുക്കുകയാണ്. വെജീറ്റ ആണെങ്കിൽ അവനോട് ദേഷ്യപ്പെട്ടു പറയും, ഒരു കാരണവശാൽ ഞാൻ ഫൈറ്റ് ചെയ്യുമ്പോൾ അതിൽ നീ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. കോമയുടെ അടുത്തേക്ക് വന്ന വെജീറ്റ ആണെങ്കിൽ അവന്റെ പുതിയ സ്ട്രെങ്തുമായിട്ട് കോമയായിട്ട് ഏറ്റുമുട്ടും. അത് കണ്ട് പ്രിൻസസിന്റെ പപ്പയടക്കം എല്ലാവരും ഷോക്കാവും. അവരുടെ സൈസ് വലുതായപ്പോ ഇവരുടെ ഫൈറ്റിംഗ് സ്കില്ലും സ്ട്രെങ്തും ഒക്കെ തന്നെ കൂടിയിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ബ്ലൂമാൻ അവൻ തല താഴ്ത്തി നിൽക്കും. ഉടനെ ആ സയന്റിസ്റ്റ് ലേഡി ആണെങ്കിൽ അവനോട് പറയും, നീ എന്നെ ചതിച്ചു അല്ലേ? അതിനവൻ പറയും, ആ ഹ്യൂമൻസ് അവര് നല്ലവരാണ്, പാവങ്ങളാണ്. അവരുടെ സൈസ് വലുതാക്കാനാണ് അവർ ഇത്ര റിസ്ക് എടുത്ത് കഷ്ടപ്പെട്ട് ഇവിടേക്ക് വന്നത്. എനിക്ക് അവരെ സഹായിക്കാതിരിക്കാൻ തോന്നിയില്ല. അതിനവള് പറയും, നിന്നെ തേർഡ് ഡീമൺ വേൾഡിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഞാനാണ്. ആ നന്ദി നീ എന്നോട് കാണിച്ചില്ല. അത് കേട്ട് അവനാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. അവനാണെങ്കിൽ ആ കൺഫ്യൂസ്ഡ് ആയി അവളെ നോക്കി നിൽക്കും. ഓക്കെ, കുഴപ്പമില്ല, ഇനി നിനക്ക് എന്നോടൊപ്പം ജോലിയില്ല, നിനക്ക് ഇവിടുന്ന് പോകാമെന്ന് പറയും. അതിന് ബ്ലൂമാൻ ആണെങ്കിൽ ഐ ആം സോറി എന്ന് പറഞ്ഞ് അവിടുന്ന് ഉഷാറായിട്ട് ഓടി പോവാണ്. മാജിക്കോ ആണെങ്കിൽ ഇപ്പോ സയന്റിസ്റ്റ് ലേഡിയോട് പറയും, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളോടൊപ്പം ഞാനുണ്ട്. കട്ട് ചെയ്ത ഇവിടെ വെജീറ്റയെ ആ ഒരു കോമ അറ്റാക്ക് ചെയ്യും. പവർ റീഗെയിൻ ചെയ്ത വെജീറ്റ ആണെങ്കിൽ വലിയൊരു പവർ ഉപയോഗിച്ച് അവന്റെ വയറ്റിൽ ആഞ്ഞടിക്കും. ആ ഒരു ഇടിയിൽ അവന് നല്ല രീതിയിൽ ഇമ്പാക്ട് സംഭവിക്കുകയാണ്. കോമയാണെങ്കിൽ അവന്റെ 2 കൈ ഉപയോഗിച്ച് ഇപ്പൊ വെജീറ്റയെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അവൻ സൂപ്പർ സയൻ പവറിലേക്ക് പോയി അവന്റെ കൈകൾ 2 ഭാഗത്തേക്ക് കൊണ്ടുപോയി പുറത്തേക്ക് വരികയാണ്. പിന്നീട് സൂപ്പർ സയൻ തേർഡ് ഫോമിലേക്ക് പോയി കോമയെ നിർത്താതെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. കോമയാണെങ്കിൽ വിട്ടുകൊടുക്കാതെ അവന്റെ അറ്റാക്ക് പ്രിവെന്റ് ചെയ്ത് തിരികെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും വെജീറ്റ ആണെങ്കിൽ എക്സ്ട്രീം സൂപ്പർ സയൻ പവറിലേക്ക് പോയി വലിയൊരു പൊട്ടിത്തെറി തന്നെ അവിടെ ഉണ്ടാക്കും. വെജീറ്റ ആണെങ്കിൽ സൂപ്പർ സയൻ 3 ഫേസിൽ നിൽക്കുന്ന കണ്ട സുപ്രീം കായ് ആണെങ്കിൽ വണ്ടറടിക്കും. ബുൽമയും പ്രിൻസസും അവർ രണ്ടുപേര് ഹാപ്പിയാവും. അടുത്ത നിമിഷം ഇൻസ്റ്റന്റ് ട്രാൻസ്മിഷൻ പവർ ഉപയോഗിച്ച് വെജീറ്റ അവനെ വീണ്ടും പഞ്ച് ചെയ്യും. വെജീറ്റയുടെ ഓരോ പഞ്ചും ഇടി പോലെ മുഴങ്ങി അവന്റെ ബോഡി അങ്ങനെ തകർന്ന് തരിപ്പണാവുകയാണ്. അവനൊന്ന് തിരികെ ബ്ലോക്ക് ചെയ്യാനോ പഞ്ച് ചെയ്യാനോ പോലും സാധിക്കാത്ത വിധത്തിൽ അവൻ താഴേക്ക് പോകും. വെജീറ്റയുടെ പഞ്ച് കിട്ടി അവൻ താഴെ വീണെങ്കിലും അവനാണെങ്കിൽ ആറ്റിറ്റ്യൂഡ് വിട്ടുകൊടുക്കാതെ ഇതൊന്നും എനിക്ക് യാതൊരു കുഴപ്പം ഉണ്ടാക്കുന്ന പഞ്ചുകളല്ല എന്ന് പറഞ്ഞ് വീണ്ടും അവരെ പവർ ഉപയോഗിച്ച് വെജീറ്റയായിട്ട് പോരാടും. അതേസമയം ബ്ലൂമാൻ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരികയാണ്. പ്രിൻസസ് ആണെങ്കിൽ ഓടി വന്ന് അവന്റെ കൈ പിടിച്ച് അങ്ങനെ കറങ്ങും. നീ ശരിക്കും അടിപൊളിയായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയും. അവനാണെങ്കിൽ ഒത്തിരി സന്തോഷം. അതിനുശേഷം സുപ്രീം കായ് ആണെങ്കിൽ അവനെ അഭിനന്ദിക്കും. അപ്പാപ്പൻ നമുക്കേനാണെങ്കിൽ അവനെ നോക്കി തലയാട്ടി ചിരിച്ചു കാണിക്കും. ഗോക്കു ആണെങ്കിൽ അവനോട് താങ്ക്സ് പറയും. അതൊക്കെ കേൾക്കുമ്പോൾ അവൻ എന്തെന്നില്ലാത്ത സന്തോഷം. ബ്ലൂമാൻ ആണെങ്കിൽ ഇപ്പൊ ഗോക്കുവിന്റെ അടുത്തേക്ക് വരും. ഗോക്കു ആണെങ്കിൽ അവന്റെ റിയൽ നെയിമായിട്ടുള്ള ഗ്ലോറി എന്ന് വിളിക്കും. ആദ്യമായിട്ട് നീ എന്റെ പേര് കറക്റ്റായിട്ട് വിളിച്ചു എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ വെജീറ്റയുടെയും കോമയുടെയും ഫൈറ്റ് നോക്കും. കോമയാണെങ്കിൽ വെജീറ്റ ഇല്ലാതാക്കാൻ നോക്കും. കൺട്രോൾ പോയ വെജീറ്റ ആണെങ്കിൽ ഒരു ലോഡ് പവർ ഉപയോഗിച്ച് കോമയെ അങ്ങനെ പൊട്ടിത്തെറിപ്പിച്ച് ദൂരേക്ക് കളയാണ്. കോമയുടെ കഥ കഴിഞ്ഞു എന്ന് കരുതി വെജീറ്റ ആണെങ്കിൽ ശ്വാസമൊക്കെ വലിച്ചു വിട്ട്
അവന്റെ നോർമൽ മോഡിലേക്ക് വന്ന് റിലാക്സ് ചെയ്ത് നിൽക്കും. അവന്റെ കഥ കഴിഞ്ഞു എന്ന് കരുതി എല്ലാവരും ആശ്വസിച്ച് നിൽക്കുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് ഒരു ചെറിയ വെളിച്ചം. അത് വെജിറ്റ ശ്രദ്ധിക്കുക. അവൻ അവിടേക്ക് തന്നെ നോക്കും. അടുത്ത നിമിഷം കത്തിക്കരിഞ്ഞ രീതിയിൽ കോമ അവിടേക്ക് വരും. മാത്രമല്ല എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ഒരു കോട്ടിങ് അതങ്ങനെ തകർത്ത് അവൻ അങ്ങനെ ഫ്രഷ് ആയിട്ട് നിൽക്കുകയാണ്. വെജിറ്റ, നീ എത്രയൊക്കെ ശ്രമിച്ച് എത്രയൊക്കെ തവണ എന്നെ തകർത്താലും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. എനിക്കൊന്നും സംഭവിക്കില്ല. കാരണം എൻ്റെ കയ്യിൽ ഈ ഒരു അൾട്ടിമേറ്റ് ഉണ്ട്. ഇതിനെ ചെറുത്തു നിൽക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല എന്ന് പറഞ്ഞ് വീണ്ടും അവർ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം. ഇത്തവണ കോമയാണെങ്കിൽ കുറെ കൂടെ എഫേർട്ട് എടുത്ത് സ്ട്രെങ്ത് എടുത്ത് വെജിറ്റയെ അറ്റാക്ക് ചെയ്യുകയാണ്. ഗോകുവിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. സയാൻ പവർ അവന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ ആവുന്നില്ല. വെജിറ്റ ആണെങ്കിൽ നന്നായിട്ട് തളർന്നിരിക്കുകയാണ്. പക്ഷെ കോമയ്ക്കാണെങ്കിൽ യാതൊരു തളർച്ചയില്ല. അവന് ഫ്രഷ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ വെജിറ്റ അവൻ പരാജയപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഗോകുവിനോട് പറയും, ഒരുപാട് നേരം ഇങ്ങനെ ഫൈറ്റ് മുൻപോട്ടേക്ക് പോകുന്നത് അത് നമുക്ക് നല്ലതല്ല. മറ്റൊരു ഭാഗത്ത് ആ ഒരു സയന്റിസ്റ്റ് ലേഡി ആണെങ്കിൽ കൂവിനോട് 4-ാം നമ്പർ റാക്കിൽ നിന്ന് 7-ാം നമ്പർ ബുക്ക് അത് എത്രയും വേഗം എടുത്തുകൊണ്ട് വരാനായിട്ട് പറയും. അത് കേട്ട് അവനാണെങ്കിൽ അത് എടുക്കാനായിട്ട് പോകും. വെജിറ്റ ആണെങ്കിൽ പഞ്ച് ചെയ്ത് തളർന്നിരിക്കുകയാണ്. അവൻ തളർന്നത് മനസ്സിലാക്കിയ കോമയാണെങ്കിൽ അവനെ പിടിച്ച് പഞ്ച് താഴെയിടും. അതുകൊണ്ട് ഗോകു ആണെങ്കിൽ വെജിറ്റയോട് വിളിച്ച് ചോദിക്കും, വെജിറ്റ, ഞാനും നിന്നോടൊപ്പം വരട്ടെ, നമുക്ക് ഒരുമിച്ച് ഫൈറ്റ് ചെയ്ത് അവനെ തോൽപ്പിക്കാം. അതിന് വെജിറ്റ ദേഷ്യപ്പെട്ട് പറയും, എനിക്കിപ്പോൾ നിന്റെ സഹായം ആവശ്യമില്ല. ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഈ ഫൈറ്റിൽ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. ഇവനെ ഞാൻ തന്നെ തകർക്കും. ഇവിടെയാണെങ്കിൽ കൂ ആണെങ്കിൽ അവൾ പറഞ്ഞ ബുക്ക് കൊണ്ടുവരികയാണ്. അവളാണെങ്കിൽ ഒരുപാട് അന്വേഷിച്ചിട്ടും അവൾ അന്വേഷിക്കുന്ന ആ കാര്യം ബുക്കിൽ കണ്ടെത്താൻ കഴിയില്ല. ഉടനെ ഞൊടിയിടയിൽ കൂ ആണെങ്കിൽ ആ പേജ് അവൾക്ക് കാണിച്ചു കൊടുക്കും. അവളത് വായിച്ച് നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വന്ന് ബ്ലൂമാനെ വിളിക്കും. ആ ഒരു കോമോയുടെ പുറകില് കറക്റ്റായിട്ട് ആ കണ്ണുള്ള ഭാഗത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ് 3 തവണ തട്ടുകയാണെങ്കിൽ ആ കണ്ണ് പുറത്തേക്ക് വരും. ഇതിലൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അവനെ തോൽപ്പിക്കാനായിട്ട് കഴിയും. അത് കേട്ട് നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം. ബ്ലൂമാൻ ആണെങ്കിൽ അവളോട് താങ്ക്സ് പറയും. ഞങ്ങളെ സേവ് ചെയ്യാൻ ശ്രമിച്ചതിന് ഒരുപാട് നന്ദി. അതിനവള് പറയും, ഒരിക്കലും അല്ല, കോമോയെ എനിക്ക് തോൽപ്പിക്കണം, അതുമാത്രമാണ് എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളെ സഹായിക്കുന്നത്. അത് കേട്ട് നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും. എത്രയും വേഗം അവന്റെ തലയ്ക്ക് 3 കിഴുക്കു, തലയ്ക്ക് 3 തട്ടുകൊടുത്ത് ആ ഒരു കണ്ണ് അത് പുറത്തെടുക്കണം. നോക്കുവാണെങ്കിൽ പിക്കലോയെ നോക്കും. ഈ കാര്യം അവനെ അറിയിക്കാനും അവന്റെ കൂടെ ആ ഒരു കോമയായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് വെജിറ്റ നമ്മളെ അനുവദിക്കില്ല. നമ്മൾ എന്ത് ചെയ്യും? അത് കേട്ട് ബുൽമയാണെങ്കിൽ ഗോകുവിനോട് പറയും, നിങ്ങൾ ടെൻഷൻ ആവണ്ട, അവനെ ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഇപ്പൊ വെജിറ്റയെ വിളിക്കുകയാണ്. വെജിറ്റ, ഇത് ഞാനാണ് ബുൽമ. ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് നീ കേൾക്കുന്നതാണ് നല്ലത്. നീ ഇപ്പൊ ടയർഡാണ്. അടുത്തതായിട്ട് എന്റെ ഈഗോ മാറ്റിവെച്ച് ഗോകുവിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കണം. അങ്ങനെ അനുവദിച്ചിട്ടില്ല എങ്കിൽ ഇനിമേൽ ഞാൻ നിന്നോട് സംസാരിക്കില്ല എന്ന് പറയും. അത് കേട്ട് വെജിറ്റയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാതെ താഴേക്ക് വന്ന് ഗോകുവിനോട് ഇനി നിനക്ക് ഫൈറ്റ് ചെയ്യാമെന്ന് പറയും. ഗോകുവാണെങ്കിൽ പിക്കലോയോട് എന്തോ സീക്രട്ട് ആയിട്ട് പറഞ്ഞ് ഇപ്പോ ആ കോമയുടെ അടുത്തേക്ക് വരികയാണ്. കോമയാണെങ്കിൽ ഇപ്പൊ ഗോകുവിനോട് ചോദിക്കും, നീ ഒറ്റയ്ക്കാണോ വന്നേ? നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നോട് ഫൈറ്റ് ചെയ്താലും എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറയും. ആ സമയം ഗോകു അവനാണെങ്കിൽ നൈസായിട്ട് പിക്കലോയെ നോക്കി ഇപ്പൊ സൂപ്പർ സയാൻ 1, 2, 3 മോഡിലേക്ക് പോവും. അത് കണ്ട് കോമയാണെങ്കിൽ അത്ഭുതത്തോടു കൂടെ അവൻ നോക്കുകയാണ്. നീ എന്റെ ബോണസ് പവർ അത് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ അൾട്ടിമേറ്റ് പവറിലേക്ക് പോയി ഫുൾ റെഡ് ട്രാൻസ്ഫർമേഷനിൽ അങ്ങനെ അവന്റെ മുൻപിലേക്ക് വരും. വെജിറ്റയ്ക്കാണെങ്കിൽ അത് കാണുമ്പോൾ കുറച്ച് അസൂയ തോന്നും. ണെങ്കിൽ ആ ഒരു ട്രാൻസ്ഫർമേഷൻ കണ്ട് ടെററായി ഗോകുവിനെ നോക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.